എന്നെ മമ്മൂക്ക വിളിച്ചിരുന്നു. എന്നോട് കേസുമായിട്ട് മുന്നോട്ട് പോകരുതെന്ന് മമ്മൂക്ക പറഞ്ഞിരുന്നു. അദ്ദേഹം എന്നോട് ഒരു 3/4 മണിക്കൂറോളം സംസാരിച്ചു. പക്ഷേ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ച ഒറ്റ ചോദ്യമേ ഉള്ളൂ. മമ്മൂക്കയുടെ മകൾക്കാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നതെങ്കിൽ അവരോടും ഇത് പറയുമോ? പ്രതികരിക്കരുത്, കേസുമായിട്ട് മുന്നോട്ട് പോകരുത്, ഇത് ഭാവിയിൽ എന്നെ ബാധിക്കും, എനിക്കിനി സിനിമ ചെയ്യാൻ പറ്റില്ല, എന്നെ ഈ നിർമ്മാതാക്കൾ ഇനി തിയേറ്ററിൽ എൻ്റെ സിനിമ ഇറക്കാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് മിണ്ടാതിരിക്കണം എന്നൊരു സ്റ്റാൻഡായിരിക്കുമോ മമ്മൂക്ക എടുക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി സാൻഡ്രയുടെ ഇഷ്ടം പോലെ, ഇനി അതിനകത്ത് ഇനി ഞാനൊന്നും പറയുന്നില്ല, ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം എൻ്റെ അടുത്ത് കമ്മിറ്റ് ചെയ്തിരുന്നൊരു സിനിമയുണ്ടായിരുന്നു. ആ സിനിമയിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങി. ഇത്രയേ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞുള്ളൂ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എന്നെ ഇവിടുന്ന് തുടച്ചു മാറ്റാനായിട്ടാണ് എല്ലാവരും കൂടെ ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് ഞാൻ അദ്ദേഹത്തിനോട് വ്യക്തമായിട്ട് പറഞ്ഞു. മമ്മൂട്ടി ഈ ഒരു ഇൻ്റർവ്യൂ സാന്ദ്ര തോമസ് കൊടുക്കുന്നത് വരെ സാന്ദ്ര തോമസിന് പൊതുവെ പൊതുജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഇടയിൽ സാന്ദ്ര തോമസിന് അത്യാവശ്യം സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രൊഡ്യൂസേഴ്സായിട്ടുള്ള ബാക്കി പുരുഷന്മാരെല്ലാവരും കൂടി ചേർന്ന് സാന്ദ്ര തോമസിനെ ഒറ്റപ്പെടുത്തുകയാണ്, അവരെ ഒതുക്കാൻ നോക്കുകയാണ് എന്നുള്ള ഒരു അഭിപ്രായം പൊതുജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു. അത്യാവശ്യം സപ്പോർട്ടും അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരൊറ്റ ഇൻ്റർവ്യൂവും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും കാരണം മെജോറിറ്റി ആളുകളും സാന്ദ്ര തോമസിനെതിരെ തിരിയും. കാരണം വേറെ ഒന്നുമില്ല, ഇപ്പോൾ സാന്ദ്ര തോമസ് പറഞ്ഞിട്ടുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റിന് മമ്മൂട്ടിക്ക് എതിരെയുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. മമ്മൂട്ടിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ പിന്നീട് അത് സസ്റ്റെയിൻ ചെയ്ത് പോരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മോഹൻലാലിൻ്റെ പോലെയല്ല. മോഹൻലാലിന് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം, ആർക്ക് വേണമെങ്കിലും കല്ലറിയാം, ആർക്ക് വേണമെങ്കിലും മെക്കിട്ട് കയറാം, അതിനൊന്നും പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ല. പക്ഷേ മമ്മൂട്ടിക്ക് മോശമാകുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കളി മാറും. കാരണം മമ്മൂട്ടിക്ക് മലയാള സിനിമയിലുള്ള ഹോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭയങ്കരമാണ്. പൊതുവേ എല്ലാവരും മമ്മൂട്ടിയെ സൂചിപ്പിച്ച് അല്ലെങ്കിൽ മമ്മൂക്ക ഭയങ്കര അതാണ്, മമ്മൂക്ക ഇങ്ങനെ, മമ്മൂക്ക അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പൊതുവേ ആളുകൾ നിൽക്കുന്നതിൻ്റെ ഒരു കാരണം അതാണ്. മമ്മൂക്കയെ വെറുപ്പിച്ചിട്ട് അല്ലെങ്കിൽ മമ്മൂക്കയ്ക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ചെയ്തിട്ട് മലയാള സിനിമയിൽ പരിപാടികൾ നടക്കാൻ വളരെ സാധ്യത കുറവാണ്. ഇപ്പോൾ ഈ സാന്ദ്ര തോമസ് തന്നെ മുന്നേ സാന്ദ്ര തോമസ് വയ്യാതിരുന്ന സമയത്ത് മമ്മൂക്ക വിളിച്ച് സുഖവിവരം അന്വേഷിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ മമ്മൂക്ക ഫാൻസൊക്കെ ഭയങ്കര ആഘോഷത്തിലായിരുന്നു. മമ്മൂക്കയുടെ കരുതൽ, സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ സാന്ദ്ര തോമസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ആഘോഷിച്ച് നടന്നിരുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നതോടെ മമ്മൂക്കയ്ക്ക് ഈ രീതിയിലുള്ള ഒരു ഫേസ് കൂടി ഉണ്ട്. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ സിനിമയിൽ കാണുന്ന പോലെ സൂപ്പർ ഹീറോ അല്ല. സ്ത്രീകൾക്ക് എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ ചാടി വീണ് സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമല്ല, കുറേയൊക്കെ പ്രാക്ടിക്കലാണ്. ബാക്കി എല്ലാ മനുഷ്യരുടെ പോലെയും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയും ഈ മെജോറിറ്റിയുടെ കൂടെ നിന്ന് സേഫായിട്ട് രക്ഷപ്പെട്ടു പോകൂ എന്നുള്ള അഭിപ്രായം പറയുന്ന സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ബുദ്ധിയും ബോധവും നന്മയും ഒക്കെ മമ്മൂട്ടിക്കും ഉള്ളൂ എന്ന് ആളുകൾക്ക് ബോധ്യപ്പെടുന്ന ഇത്തരത്തിലുള്ളൊരു ഇൻ്റർവ്യൂ കൊടുത്തതിന് ശേഷം ഉറപ്പാണ്, നോക്കിക്കോ, മമ്മൂട്ടിയുടെ ഫാൻസ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അത് മമ്മൂട്ടിയുടെ അഭിനയം കണ്ടിട്ടോ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള കഴിവുകൾ കണ്ടിട്ടോ കൂടിയ ആൾക്കാരല്ല. മറ്റു ചില കാരണങ്ങളാൽ, വ്യക്തിപരമായിട്ടുള്ള മതപരമായിട്ടുള്ള കാരണങ്ങളാൽ മമ്മൂട്ടിയെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഇത് തീരെ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി അവരുടെ മനസ്സിൽ ഭയങ്കര ദൈവതുല്യനായിട്ടുള്ള, നല്ലത് മാത്രം ചെയ്യുന്ന, ഒരു കുറ്റമോ കുറവോ ആർക്കും പറയാനില്ലാത്ത അങ്ങനത്തെ ഒരു ഇമേജാണ് മമ്മൂട്ടിക്ക് അവരുടെ മനസ്സിലുള്ളത്. അപ്പോൾ അങ്ങനത്തെ ആളുകൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് അഭിപ്രായങ്ങളൊന്നും ഒരിക്കലും എടുക്കാൻ സാധ്യതയില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാർവതി തിരുവോത്തിൻ്റെ കാര്യം. പാർവതി എത്രയോ ഫേമസ് ആയിട്ടിരിക്കുന്ന സമയത്താണ് കസബയുടെ ഒരു വിഷയം വന്നപ്പോൾ മമ്മൂട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ആ കസബയുടെ വിഷയത്തിൽ മമ്മൂട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വിഷയം ശരിയായിട്ടില്ല എന്നുള്ളൊരൊറ്റ അഭിപ്രായം പറഞ്ഞതേ പാർവതിക്ക് ഓർമ്മയുള്ളൂ. മലയാള സിനിമയിൽ നിന്ന് തുടച്ച് നീക്കി കളഞ്ഞു. അപ്പോൾ അതുപോലെ ഇനിയിപ്പോൾ സാന്ദ്ര തോമസിനെയും അതേപോലെ തുടച്ച് നീക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം മമ്മൂട്ടി അങ്ങനെ എന്തെങ്കിലും കയറി പറയാനൊന്നും എല്ലാവർക്കും ഉള്ള അവകാശമില്ല. മമ്മൂട്ടിയല്ലേ, മമ്മൂട്ടിയെപ്പറ്റി എല്ലാവരും പറയാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പറയാം. മമ്മൂട്ടി ഭയങ്കര സുന്ദരനാണ്, കുറുമ്പാണ്, തമാശക്കാരനാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുക എന്നല്ലാതെ റിയൽ ലൈഫിൽ ഇൻസിഡൻസും അതും ഇതുപോലത്തെ ഒരു കാര്യം ഒന്നും പറഞ്ഞിട്ട് ഇനി മലയാള സിനിമയിൽ പറ്റും തോന്നുന്നില്ല.